ഹലോ നമസ്കാരം. നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാറോ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രത്യേകിച്ച് സാമ്പത്തികമായ സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് വൈകാതെ തന്നെ അത് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഉണ്ട് അല്ലേ? സാമ്പത്തിക സ്ഥിതി ഇന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ കരിയർ ഇന്ന രീതിയിലുള്ള കരിയർ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു, അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്ഷൻസ് എടുക്കുന്നു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഓക്കെ, പലരും ഈ ഒരു സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇത്തിരി മോശമായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും ഇൻഫീരിയർ ആയിട്ട് താഴെ നിൽക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളോട് അഡ്ജസ്റ്റഡ് ആക്കാൻ പറയാം. ഇപ്പൊ ജോലിയുടെ അവസരമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയേക്കാളും വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരു ജോലി അതിലേക്ക് കയറാനായിട്ട്, അല്ലെങ്കിൽ ആ ജോലി സ്വീകരിക്കാനായിട്ടൊക്കെ നിങ്ങളെ ചിലപ്പോൾ ചിലർ ഫോഴ്സ് ചെയ്യാം, നിങ്ങളുടെ ചുറ്റുമുള്ളവർ. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിനെ ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും. ഇതിൽ നിന്ന് ഒരു എന്താ പറയാ, ഇപ്പൊ അനുഭവിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കുറച്ചും കൂടെ ഒരു മെച്ചം ഉണ്ടാവുമല്ലോ, ഇപ്പൊ അത് നോക്കൊന്നും വേണ്ട, ഒരു ജോലിയായിരുന്നു വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു എന്തിലെങ്കിലും കയറി പോകൂ എന്നുള്ള രീതിയിൽ നിങ്ങളെ എന്താ പറയാ പ്രഷർ ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വൈകാതെ തന്നെ മാറുന്നതാണ്. ഓക്കെ, ഈ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഒരു സൈക്കിൾ പോലെയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ കുറച്ച് അൺഫേവറബിൾ ആയിട്ടാണ് നിൽക്കുന്നത്, നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരവസ്ഥയാണെങ്കിൽ വൈകാതെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, അതിനധികം സമയം വേണ്ട. നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അതിനെ ഒരു തരത്തിലും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിൽ നിങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല, അതിനേക്കാൾ ഇൻഫീരിയർ ആയ ഒന്നിലേക്കും നിങ്ങൾ അഡ്ജസ്റ്റഡ് ആകാൻ പാടില്ല. ഓക്കെ, പലരും നിങ്ങൾ ഈ ഒരു സമയം അവർക്ക് ചിലപ്പോൾ എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കും, പക്ഷേ അവർ നിങ്ങളത് ചെയ്യാതെ നിങ്ങളെ എന്താ പറയാ ബ്രെഡ് ക്രം ചെയ്യാന്ന് പറയില്ലേ, നിങ്ങൾക്ക് അർഹതപ്പെട്ടതിന് വളരെ ചെറിയൊരു കാര്യം തന്ന് നിങ്ങളെ അതിലേക്ക് ഒതുക്കി നിർത്താനൊക്കെയായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അർഹതപ്പെട്ടതിനേക്കാളും വളരെ ചെറിയ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ നിർബന്ധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കാണ് ബോധ്യം വേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ധനസ്ഥിതി അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഓക്കെ, അത് നേടിയെടുക്കാൻ തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. പ്രതീക്ഷയോടെ ഒരു ഉറപ്പോടെ വേണം അവിടെ പരിശ്രമിക്കാനായിട്ട്. ഒരു ഡെസ്പറേഷൻ പാടില്ല, എന്തെങ്കിലും കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി, അങ്ങനെ പാടില്ല. മനസ്സിന് അത്രയും ഉറപ്പ് വേണം, വിശ്വാസവും വേണം. അത്രയും വിശ്വാസത്തോടെ അത്ര ഉറപ്പോടെ നിങ്ങൾ അതിനായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ധനസ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷേ ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലക്ഷ്യത്തിനൊക്കെ മറന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അടുത്ത തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഖേദിക്കാനും സാധ്യത കാണുന്നു.